സായാഹ്നമാണ്. ഈ പ്രദേശത്ത് പള്ളിശ്ശേരി ഫാൽക്കൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഇഫ്താർ സംഗമം, അതോടനുബന്ധിച്ച് ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കണമെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് അനസ് വാഫി ഏതാണ്ട് നോമ്പ് തുടങ്ങിയ സമയത്ത് തന്നെ എന്നോട് ഉണർത്തിയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിൽ ഞാൻ ജോലി ചെയ്യുന്നത് പാലക്കാട് ജില്ലയുടെ അങ്ങേ അറ്റത്താണ്, ബോർഡർ ചെക്ക് പോസ്റ്റിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 2-3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്ന 1-2 ദിവസം അവിടെ നിൽക്കലാണ്. അത് കഴിഞ്ഞ് പിന്നെ 1-2 ദിവസം വീടുകളുണ്ടാവും. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആകെ നോമ്പ് തുറന്നിട്ടുള്ളത് 2-3 ദിവസമാണ്. കാരണം നോമ്പിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ കുറെ സംഭവ വികാസങ്ങളുണ്ടായി. തിരുവനന്തപുരത്ത് 23 വയസ്സുള്ള അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ കാമുകി ഉൾപ്പെടെ, കുഞ്ഞനിയൻ ഉൾപ്പെടെ, ഉമ്മ ഉൾപ്പെടെ കുടുംബത്തിലെ 6 പേരെ അതിമാരകമായി ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് 5 പേര് മരണപ്പെട്ടു. ഏതാണ്ട് ദിവസങ്ങൾക്കിപ്പുറം വയനാട് തിങ്കളാഴ്ച SLC പരീക്ഷ എഴുതേണ്ട ഒരു 15-കാരനെ തന്റെ സഹപാഠികളിൽ 5 പേര് ചേർന്ന് നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. തൊട്ടപ്പുറം താമരശ്ശേരിയിലെ 21 വയസ്സുള്ള ആഷിഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ 8 വെട്ട് വെട്ടി കൊലപ്പെടുത്തി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ തുടരെ വന്നപ്പോ, വാർത്താ പ്രാധാന്യം കിട്ടിയപ്പോ നമ്മുടെ നാട്ടിലൊരു ഉണർവുണ്ടായി. ലഹരിയാണ് പ്രശ്നം. സത്യം പറഞ്ഞാല് എന്നോട് ഒരു ക്ലാസ്സിന് എന്നെ വിളിക്കുമ്പോൾ ജോലിയുടെ ഭാഗം കൂടിയാണല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏറെ ദൂരമുണ്ട്, പ്രയാസമാണ്. പലപ്പോഴും 10-70 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സിന് പോകുന്നത്. അപ്പൊ ഞാൻ പോകുമ്പോൾ പറയാറുണ്ട്, എനിക്ക് 1 മണിക്കൂറെങ്കിലും സമയം വേണമെന്ന് പറയും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിന്നിട്ട് സംസാരിക്കുന്നത്. ഇവിടെ എനിക്ക് സംസാരിക്കാവുന്ന ഒരു പ്രസംഗമല്ല. ഒരു പ്രസംഗം, മനോഹരമായ ഒരു പ്രസംഗം നടത്തിയിട്ട് നിങ്ങളുടെ കയ്യടി കിട്ടിയിട്ട് അങ്ങനെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി വന്ന ഒരാളല്ല ഞാൻ. അതല്ലല്ലോ ലഹരിയെ കുറിച്ചുള്ളത്. ബോധവൽക്കരണമാണ്. ഞാൻ 2016 മുതൽ സർക്കാരിന്റെ ലഹരി വർജന പദ്ധതിയായ വിമുക്തി മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. 16 മുതൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതാണ്. എത്രയോ ക്ലാസ്സുകളിൽ പോകുമ്പോൾ സ്കൂളുകളിൽ നിന്ന് എന്നോട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സാറേ നിങ്ങളിങ്ങനെ ബോധവൽക്കരിച്ചിട്ട് ആർക്കെങ്കിലും ബോധം ഉണ്ടാകുന്നുണ്ടോ എന്ന്. സത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ പറ, എനിക്കൊരു ലഹരി വിരുദ്ധ ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന കുട്ടികളൊന്ന് കൈവക്കിക്കേ. എന്റെ കുടുംബത്തെ ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് ഇതെന്ന് തോന്നുന്ന രക്ഷിതാക്കളൊന്ന് കൈവക്കിക്കേ. ആരുമില്ല. 2 ആള് പൊക്കി. ഇനി ആരും പൊക്കണം. ഇനി പൊക്കുന്നൊക്കെ നുണയാണ്, സൈക്കോളജിയാണത്. 2 പേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 പേര് 70, 40, 45 കിലോമീറ്റർ ഓടി വന്നത്. ഇതെന്റെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമല്ല, അല്ലെ? എന്റെ മകനെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ സംസാരിച്ച് അങ്ങനെ നീണ്ടുപോകും. ഇത് അവസാനിപ്പിക്കുന്ന സമയത്ത് എന്നോടൊന്ന് സൂചിപ്പിക്കണം. സംഘാടകരോട് പറയണത് 5 മിനിറ്റ് മുമ്പ് എന്ന് സൂചിപ്പിക്കണം. കാരണം 1.5 മണിക്കൂർ ഞാൻ നിന്ന് പറയും. കാരണം അത്രയും പറയാനുണ്ട്. നിങ്ങൾ കേൾക്കുന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. പക്ഷെ സമയമല്ല. കാരണം കേൾക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആടുജീവിതം, അല്ലെങ്കിൽ സിനിമയെ കണ്ടവരാ നിങ്ങൾ. ആടുജീവിതത്തിലെ മനോഹരമായ രംഗം പറയുന്നത് എന്താണെന്നറിയോ? സിനിമയിൽ നിങ്ങളത് കാണൂല. ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് വിദേശത്തേക്ക് പോകുന്ന നജീബ് എന്ന ചെറുപ്പക്കാരൻ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മസറയിലെ കഥ ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അവിടെ സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ല. കാണുന്നതാട്, കേൾക്കുന്നതാട്, പറയാനാട്, പങ്കുവെക്കാനാട്, എല്ലാം ആട്. നജീബിന്റെ ജീവിതം ഒരു ആട് ജീവിതമായിട്ട് മാറുന്നതാണ് കഥ. ഈ കഥ ഇങ്ങനെ ബെന്യാമിൻ പറയുന്ന സമയത്ത് അതിന് നോവലിൽ മനോഹരമായ ഒരു സെന്റൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബെന്യാമിന്റെ ആടുജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബെന്യാമിൻ പറയുന്ന ഒരു അനുഭവമുണ്ട്. അതായത് നജീബ് എന്ന ചെറുപ്പക്കാരൻ മരുഭൂമിയിൽ ഇങ്ങനെ മസറയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ആടുകളുമായിട്ട് ഇടപഴകി ജീവിച്ച് ആടുകളെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് ഒരു ആട്ടിടയനാകണമെന്നുള്ളത് സ്വപ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിതം മാറിയപ്പോ, അത്രയും ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ആടുകൾക്ക് അസുഖം വന്നാൽ, ആടുകൾക്ക് വെള്ളം വന്നാൽ, ആടുകൾക്ക് മരുന്ന് ആവശ്യം വന്നാൽ
നജീബ് ആരോട് പറയണം? അർബാബിനോട് പറയണം. അർബാബിൻ്റെതാണ് ആടുകൾ, അല്ലെ? നജീബിന്റെ ഭാഷ അർബാബിന് അറിയൂല, അർബാബിന്റെ ഭാഷ നജീബിനും അറിയൂല. എന്നാലും എന്ത് ചെയ്യും? നജീബ് ഇപ്പൊ അറിയുന്ന ഭാഷയിൽ അല്ലെങ്കിൽ കഴിയും പോലെ ആംഗ്യം കാണിച്ച് നജീബ് പറയും. എന്ത്? ആടുകളുടെ വെള്ളം തീർന്നിട്ടുണ്ട്, ആടുകളുടെ ഭക്ഷണം തീർന്നിട്ടുണ്ട്, ആടുകൾക്ക് മരുന്ന് ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോഴോ അടുത്ത ദിവസം വെള്ളമെത്തും, മരുന്നെത്തും, ഭക്ഷണമെത്തും. ആടുകൾ ആരുതാണ്? ആടുകൾ ആരുടെ? അർബാബിന്റെതാണ്. നജീബിന്റെ ഭാഷ അർബാബിന് മനസ്സിലായി, നജീബിന്റെ ഭാഷ അർബാബിന് മനസ്സിലായി. അതുകൊണ്ട് വെള്ളം കിട്ടി, ഭക്ഷണം കിട്ടി, ആടുകളുടെ പ്രശ്നം തീർന്നു. എന്നാൽ നജീബിന്റെ കുടിവെള്ളം തീർന്നാൽ, നജീബിന് അസുഖം വന്ന് മരുന്ന് ആവശ്യം വന്നാൽ, നജീബിന്റെ ധാന്യം തീർന്ന ഭക്ഷണം ആവശ്യം വന്നാൽ നജീബ് ആരോട് പറയണം? അർബാബിനോട് പറയണം. നജീബിന്റെ ഭാഷ അർബാബിനെ അറിയോ? എന്നാലും നജീബ് പറയും, എന്റെ വെള്ളം തീർന്നിട്ടുണ്ട്, ഭക്ഷണം തീർന്നിട്ടുണ്ട്, മരുന്ന് ആവശ്യമുണ്ടെന്ന്. വെള്ളം കിട്ടുമോ? ഭക്ഷണം കിട്ടുമോ? മരുന്ന് കിട്ടുമോ? ആഴ്ചകൾ കഴിഞ്ഞാൽ നജീബിന് വെള്ളം കിട്ടൂല, ഭക്ഷണം കിട്ടൂല, മരുന്ന് കിട്ടൂല. കാരണം മറ്റേത് ആടിന്റെ പ്രശ്നമാണ്. ആട് ആരതാണ്? അർബാബിന്റെതാണ്. ഈ സംഭവം ഇങ്ങനെ വിവരിച്ചിട്ട് ബെന്യാമീൻ എന്ന എഴുത്തുകാരൻ പറയുന്ന മനോഹരമായ 2 വരികളുണ്ട്. നേരെ കേൾക്കണം. എന്താ 2 വരികൾ എന്നറിയോ? പറയുന്ന കാര്യം പറയുന്നവന്റെ ആവശ്യമാണെങ്കിൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും കേൾക്കുന്നവനത് മനസ്സിലാകൂല. പറയുന്ന കാര്യം പറയുന്നവന്റെ ആവശ്യമാണ്. നജീബിന് വെള്ളം തീർന്നപ്പോ, ഭക്ഷണം തീർന്നപ്പോ, ധാന്യം തീർന്നപ്പോ ആർക്കും മനസ്സിലായില്ല, അർബാബിന് മനസ്സിലായില്ല. പറയുന്ന കാര്യം കേൾക്കുന്നവന്റെ ആവശ്യമാണെങ്കിൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും കേൾക്കുന്നവനത് മനസ്സിലാകുന്നു. ആടുകളുടെ വെള്ളം തീർന്നു, മരുന്ന് തീർന്നു എന്ന് പറഞ്ഞപ്പോ അടുത്ത ദിവസം വെള്ളമെത്തി, ഭക്ഷണമെത്തി, അർബാബിന് ഭാഷ മനസ്സിലായി. എന്തിനാ ഞാനിത് ഇവിടെ പറഞ്ഞത്? ഞാനൊരു ചോദ്യം ചോദിച്ചു നിങ്ങളോട്, അല്ലെ? ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ആവശ്യമുള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? ഇതിൽ രക്ഷിതാക്കളുണ്ട്, കുട്ടികളുണ്ട്. 2 പേരെ കൈപ്പൊക്കിയത്. എന്നെങ്കിലും നമുക്ക് ബോധവൽപ്പിക്കുമോ? എന്നാൽ നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസമാണ് രക്ഷിതാക്കളോട് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസമാണ്. ഞാൻ പറയുന്നു, എന്റെ മൂത്ത മകന് 14 വയസ്സ്, 9 വർഷത്തിലധികമായി വിവിധ കലാലയങ്ങളിലൂടെ പോയി, ഇതുപോലെ ക്ലബുകളിലൂടെ പോയി ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ പറയുന്നു, എന്റെ 14 വയസ്സുള്ള മകന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ട്. എന്തുകൊണ്ടാ? ഞാൻ സിഗരറ്റ് വലിക്കൂല, എന്റെ കുടുംബത്തിൽ ഒരാളും സിഗരറ്റ് വലിക്കുന്നവരില്ല. എന്റെ മകന് എന്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ലഹരി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നല്ല കുട്ടിയാ. പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ മകനെ എനിക്ക് പേടിയുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? എന്റെ മകനെ ബാധിച്ച ചില മാനസിക അസുഖങ്ങളുണ്ട്. നിങ്ങളുടെ 11 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ബാധിച്ച ചില മാനസിക അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഈ സമയം പോരാ. അതിന് നിങ്ങൾ രക്ഷിതാക്കളെ കുറിച്ചൊരു വേദി കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. ഞാൻ ചോദിക്കട്ടെ, 23-കാരനായ അഫാൻ 5 കൊലപാതകം നടത്തിയതാണ് ലഹരി ചർച്ചാ വിഷയമായി മാറിയതെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലായിക്കോ, അഫാൻ ഇതുവരെ ഒരു മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടില്ല. അഫാൻ മദ്യം കഴിച്ചത് ആഴ്ചകൾക്ക് മുമ്പാണ്. അഫാൻ മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റ് അല്ല. ഷഹബാസിനെ കൊലപ്പെടുത്തിയ 5 പേരും ഒരു മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടില്ല. അവർ സിഗരറ്റ് വലിക്കുന്നത് പോലും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അതാണല്ലോ നമ്മുടെ നാട്ടിലെ ചർച്ചാ വിഷയം. ഇനി താമരശ്ശേരിയിലെ ആഷിക്ക് സ്വന്തം ഉമ്മയെ 8 വെട്ടി കൊലപ്പെടുത്തിയതാണ് പ്രശ്നമെങ്കിൽ അവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണ്, സമ്മതിച്ചു. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ആ 2 ദിവസം ആഷിക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. സ്വബോധത്തോടുകൂടെ ആഷിക്കിന് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോ മാധ്യമങ്ങളുടെ മുമ്പിൽ ആഷിക്ക് പറഞ്ഞത്, സ്വബോധത്തോടുകൂടെ പറഞ്ഞത്, എന്റെ ഉമ്മ എന്നെ പ്രസവം നൽകിയതിന്റെ പ്രതികാരം ഞാൻ ചേർത്തു എന്നാണ്. അപ്പൊ മദ്യം മാത്രമാണോ പ്രശ്നം? മയക്കുമരുന്നാണോ പ്രശ്നം? മദ്യവും മയക്കുമരുന്നും ഒന്നുമല്ല പ്രശ്നം. മദ്യവും മയക്കുമരുന്നും ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഡിപ്രഷൻ, മാനസികമായ സമ്മർദ്ദം, നെഗറ്റീവ് ഹീറോയിസം, കാണുന്ന തെറ്റായ ഹീറോകൾ, സിനിമകള്. ഞാൻ അധികമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ബാലരമ വായിക്കും, ബാലഭൂമി വായിക്കും. അന്ന് എന്റെ മാതൃകാ കഥാപാത്രമാരാ മായാവി, അല്ലെ? മായാവിയുടെ മുഖം എങ്ങനെ? നല്ല വട്ടമുഖം, അല്ലെ? വൃത്തിയുള്ള മുഖം, സുന്ദരമായ മുഖം, നന്മയുടെ പ്രതീകമായിരുന്നു. എന്റെ ഹീറോ ആയിരുന്നു. ഞാൻ വായിച്ച ചെറുപ്പകാലത്തെ നല്ല കഥകളിലെ എന്റെ ഹീറോ ആയിരുന്നു. അവരുടെ മുഖം വെളുത്താണ്, സുന്ദരമാണ്, നല്ലതാണ്. ഇനിയോ അതേ കഥയിൽ വില്ലന്മാരുണ്ടായിരുന്നു, ഡാങ്കിനി, കുട്ടൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ മുഖം എങ്ങനെ? വികൃതമായിരുന്നു, അല്ലെ? വികൃതമാണ്, കണ്ടാ പേടി തോന്നിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ മക്കളുടെ ഹീറോ ആരാ? നിങ്ങളുടെ മക്കളുടെ ഹീറോ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സ്പൈഡർമാൻ. സ്പൈഡർമാന്റെ മുഖം എങ്ങനെ? 8 കാലിന്റെ മുഖം കാണാൻ നല്ല ഭംഗിയല്ലേ?
വേറൊരു ഹീറോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നല്ലോ, കില്ലർ ബീൻ. അതായത് എന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഭാര്യമാര്, ഈ കുട്ടികള് ഇപ്പൊ 14, 13 വയസ്സുള്ള നമ്മുടെ ഷഹബാസിനെ കൊന്ന 15-കാരനൊക്കെ 3, 4 വയസ്സ് വരുമ്പോ ഒക്കത്തെടുത്ത് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ ഉമ്മമാര് മൊബൈൽ ഫോണിൽ കാണിച്ചു കൊടുത്ത ഗെയിം ഏതെന്നറിയോ നിങ്ങൾക്ക്? കില്ലർ ബീൻ. കില്ലർ ബീൻ എന്ന ഗെയിമിൽ എന്താ? ബീൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഹീറോ. ബീന്റെ പണി എന്തെന്നറിയോ? കൊല്ലലാണ്. കൊല്ലുന്നവനായിരുന്നു ഹീറോ. നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുത്ത ഗെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇനി ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ മുട്ടായി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിക്കർ കിട്ടും. ആ സ്റ്റിക്കർ തീന്തിയ ഞാൻ കണ്ടിരുന്നത് എന്താണെന്നറിയോ? ആപ്പിള്, മുന്തിരി, അല്ലെ, ബനാന, ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്റ്റിക്കറിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കുട്ടികൾ കഴിക്കുന്ന മിഠായിയുടെ സ്റ്റിക്കറും ചീന്തി നോക്ക് നിങ്ങൾ. തേള്, പാമ്പിന്റെ തല. നിങ്ങളുടെ കുട്ടികളുടെ മനസ്സൊക്കെ മലീമസമായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഈ രക്ഷിതാക്കളെ മലീമസമാക്കി കളഞ്ഞിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഞാൻ ഉൾപ്പെടുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. അറിഞ്ഞില്ല. കില്ലർ ബീനാണ് എന്റെ മകൻ ഇന്ന് കാണുന്നത്. എന്റെ മകന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഗെയിം കൊല്ലുന്നവനാണ് ഹീറോ എന്ന സന്ദേശം പകരുന്നതാണെന്ന് 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ മാനസിക നില വളരുന്ന സമയത്ത് എന്റെ കുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്ത ഗെയിം തെറ്റാണെന്ന് പാവം ഉമ്മമാരും അമ്മമാരും അറിഞ്ഞില്ല. ഇപ്പോഴും അറിയില്ല. എന്നിട്ട് നമ്മളെ മക്കളെ കുറ്റപ്പെടുത്തുന്നത് ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനറേഷൻ ഇസഡിൽ വരുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അഫാനും ഈ പറയുന്ന ആഷിഖൊക്കെ. ജനറേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ 2010 ശേഷം ജനിച്ചവരാണ്. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അതിന് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ കണ്ട ഷഹബാസിന്റെ കൊലപാതകം, അല്ലെ? നമ്മൾ ഇതൊക്കെ വലിയ വാർത്തയൊക്കെയാണ്. കേരളം മുഴുവൻ ലഹരി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്നലെ വന്ന വാർത്ത എന്താ? പത്തനംതിട്ടയില് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയ കുട്ടികൾ മദ്യപിച്ചിട്ടാ പരീക്ഷയ്ക്ക് പോയത്. അവര് വല്ലതും അറിയുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ വിഷയം സംസാരിക്കാൻ ഈ സമയം പര്യാപ്തമല്ല. കാരണം ഞാൻ അതിന്റെ വക്ക് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചത്. മാരകമായ പ്രശ്നം നമ്മളുടെ പാരന്റ്സിംഗിലുണ്ട്. മക്കളെ വളർത്തുന്നതോട് നമുക്ക് തികച്ച പിഴവ് സംഭവിക്കുന്നുണ്ട്. ആ പിഴവിന്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കുറ്റമല്ല. കാരണം 95-ന് ശേഷമുണ്ടായ ആൻഡ്രോയിഡ് വിപ്ലവം, ടെക്നോളജിക്കൽ രംഗത്തുണ്ടായ വിപ്ലവം. ഒരു ഉദാഹരണം പറയാൻ, ഞാനൊരു ചെറിയ കുട്ടിയാകുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എന്റെ ഉപ്പയോട് പറയണം. ഒരു വസ്ത്രം വാങ്ങണമെങ്കിൽ എന്റെ ഉപ്പയോട് പറഞ്ഞാൽ അന്ന് കിട്ടുമോ? ആഴ്ചകൾ കാത്തു നിൽക്കണം, അടുത്ത പെരുന്നാൾ വരണം. ഒരു ബിരിയാണി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച അടുത്ത കല്യാണം വരെ കാത്തു നിൽക്കണം, അല്ലെങ്കിൽ ബാപ്പാന്റെ കയ്യിൽ പൈസ കിട്ടണം. എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതിന്റെയും കിട്ടുന്നതിന്റെയും ഇടയിൽ ഒരു കാലതാമസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഗുണമെന്നറിയോ? ഒന്ന് കാത്തിരിക്കാൻ ഞാൻ പഠിച്ചു. ചിലപ്പോഴോ എന്റെ ഉപ്പ തരും, ചിലപ്പോൾ ഉപ്പ തരില്ല. കിട്ടില്ല എന്ന് ഞാൻ എന്ത് ചെയ്തു? എന്റെ മനസ്സിനെ പഠിപ്പിച്ചു. കിട്ടാതെ പോയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടികളോട് പ്രണയം പറയണമെങ്കിൽ എനിക്ക് എത്ര കാത്തു നിൽക്കണം? എത്ര സമയം കാത്തു നിൽക്കണം? എവിടെയൊക്കെ അവള് വരുമോ നോക്കി നിൽക്കണം. പേടിയായിരുന്നു പറയാന്. അതുകൊണ്ടെന്നറിയോ? അങ്ങനെ കാത്തിരുന്ന് പ്രണയം പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രണയിക്കുന്ന കുട്ടിയെ എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ കവിത എഴുതി, താടി വെച്ചു, ഞാൻ നിരാശാകാമുകനായി സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇപ്പോഴോ നിങ്ങളുടെ പെൺകുട്ടിയോട് ഒരാൾ പ്രണയം പറഞ്ഞിട്ട്, ഒരു ആൺകുട്ടി പ്രണയം പറഞ്ഞിട്ട് അവളെ നിരസിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം പെട്രോൾ ഒഴിച്ച് കത്തിക്കും, കത്തിക്കൊണ്ട് കുത്തും. കാരണം എന്താ അറിയോ? കിട്ടില്ല എന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നോ എന്ന് നിങ്ങളുടെ മക്കളെ കേട്ടിട്ടില്ല. അപ്പൊ ഇത് ഒരു വലിയ വിഷയമാണ്. ഞാൻ അതിന്റെ ഹിന്റ് മാത്രം ഇവിടെ ഇടുന്നത് മാത്രം. കാരണം അത് സംസാരിക്കാൻ ഈ സമയം പോരാ. അതുകൊണ്ടാണ് പാരന്റിങ് എന്ന് പറയുന്ന വിഷയം. പിന്നെ എന്നോട് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന യുവാക്കൾ അത് ക്ലബ്ബാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഈ മക്കളോട് ഞാൻ എന്താ പറയേണ്ടത്? എന്നോട് ഈ ജാമിയ മില്ലിയയിൽ അവരുടെ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ഫീഡ്ബാക്കിൽ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, സാറേ ഞങ്ങൾ എങ്ങനെ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആകാതിരിക്കും? ഞങ്ങൾ എങ്ങനെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആകാതിരിക്കും? എന്റെ ഉപ്പ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഉമ്മ എന്നെ ആദ്യമായിട്ട് ഉപ്പയെ കാണിച്ചത് വാട്സപ്പ് കോളിലാണ്. എന്റെ കുടുംബം എവിടെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ പോയത് എന്റെ ബൈക്കും ടർഫിന്റെ ഉള്ളിലാണ്. 4 പുറം കെട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് ഞാൻ കളിച്ചത്. പുറം ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. കുടുംബത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്റെ ഉപ്പയെ ഞാൻ നേരിട്ട് കാണുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ. പിന്നെ നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ മാറ്റി വെക്കും? ചോദിച്ചൊന്നും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. പിന്നെ എന്നോട് നോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എന്റെ മനസ്സ് വളർന്നു വന്നത് എങ്ങനെയാ? എനിക്കറിയില്ല. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ വട്ടപൂജയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ 14 വയസ്സുള്ള മകന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടെന്ന് പറയാൻ കാരണം അറിയോ? എന്റെ മകനെ കുറിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അവന് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും, മാനസികമായ സമ്മർദ്ദത്തിലേക്ക് കൊണ്ട്. ഒരു ബൈക്ക് ചോദിച്ചിട്ട് ഞാൻ നോ എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി ഡിപ്രസ്ഡ് ആവും. എന്താ കാരണം? ഞാൻ അവനോട് നോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. എന്റെ തെറ്റാണ്. എന്റെ കുട്ടി ഈ സമൂഹത്തിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് ആരെയാ? ഒരു ഫിലിം ഉണ്ടെങ്കിൽ അതിന് മദ്യപിക്കാത്ത ഹീറോ ഇല്ല. വിക്രം എന്ന് പറയുന്ന തമിഴ് നടന്റെ സിനിമ കണ്ടിട്ട് ആദ്യമായിട്ട് MDMA ഉപയോഗിച്ചതെന്ന് ഒരു പയ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവ എന്റെ കുട്ടികൾ കാണുന്ന ഹീറോ ആരാ? അവൻ കണ്ടത് കില്ലർ ബീനാണ്. അവൻ കളിക്കുന്ന ഗെയിം മിനി മിലീഷ്യയാണ്.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊല്ലാണ്. എന്റെ കുട്ടി കളിച്ചത് ഇങ്ങനെയാണ്, പിന്നെ എങ്ങനെയാ എന്റെ കുട്ടി നേരാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്? അവന്റെ മനസ്സിലുള്ളത് കൊല്ലുന്നവനാണ് ഹീറോ. ഇപ്പൊ അറിയോ, നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജനിച്ച 3-4 വയസ്സുള്ള കുട്ടികൾക്ക് സംഭവിച്ച ഒരു മാനസിക സുഖം എന്തെന്നറിയോ നിങ്ങൾക്ക്? ഹൈഡ്രോഫോബിയ എന്ന്. എന്താ ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ? മഴ വരുന്നുണ്ട് പേടിയാ, ഇടി വരുന്നുണ്ട് മക്കൾക്ക് പേടിയാ. 4-5 വയസ്സ്. ആരാ ഉത്തരവാദി? നിങ്ങളുടെ കുട്ടി 2-3 വയസ്സിൽ അവന്റെ ബൗദ്ധികമായ വളർച്ച, ബുദ്ധിപരമായ വളർച്ച, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു കൊടുത്ത മൊബൈൽ ഫോൺ റീലുകൾ എന്താ കണ്ടെന്നറിയോ? വയനാട് ഉരുൾപൊട്ടലാണ്, 2018 വിപ്ലവമാണ്, അതായത് പ്രളയമാണ്. ഇതെല്ലാം കണ്ടു വളർന്ന കുട്ടിയുടെ ഉള്ളില് ഹൈഡ്രോഫോബിയ എന്നുള്ള മാനസിക അസുഖം വ്യാപിച്ചു എന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. നമ്മളറിഞ്ഞോ? ഇനിയോ, ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് ട്രാൻസ്ഫർ ആയി പോയത്. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് പട്ടാമ്പിയിൽ ഒരു സംഭവം ഉണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വീട് വിട്ടുപോയി. രക്ഷിതാക്കൾ പരാതി കൊടുത്തു. ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാനിട്ട് മിസ്സിംഗ് പരാതി. എന്നിട്ടോ ഞങ്ങളൊക്കെ അന്വേഷണം തുടങ്ങിയിട്ട് ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ ഒരു അതിഥി തൊഴിലാളിയാണെന്നൊക്കെ പ്രചരണം ഉണ്ടായി. രേഖാചിത്രങ്ങളൊക്കെ കിട്ടി. അവസാനം ഞങ്ങൾ അന്വേഷിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിയുടെ ഫോൺ ഓണായി. മൊബൈൽ ഫോൺ കൊണ്ടാ പോയിരുന്നത്. ഗോവയിൽ വെച്ച് പെൺകുട്ടിയെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു, കൗൺസിലിംഗ് നടത്തി. പിന്നെ വാർത്തകളൊക്കെ അവിടെ അവസാനിച്ചു, മാധ്യമങ്ങൾ വിട്ടുപോയി. കുട്ടിയെ കിട്ടിയല്ലോ. പിന്നെന്താണ്, പ്രമുഖരുടെ മക്കളാകുമ്പോ ബാക്കി കാര്യങ്ങളൊന്നും പറയില്ല, പെൺകുട്ടിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം ആ പെൺകുട്ടി വീട് വിട്ടുപോയത് എന്തെന്നറിയോ? ഔട്ട്ഡോർ ചലഞ്ച് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിക്കുന്ന ഒരു ബെറ്റ് ഏറ്റെടുത്തിട്ടാണ് പോയത് എന്ന്. പന്തയം വെച്ച് പോയതാണ്. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവല്ല 2 ആള് പോയി. ഇപ്പോഴും നമുക്കറിയില്ല. അപ്പോ ഇത് രക്ഷിതാക്കളോട് പറയേണ്ട കാര്യങ്ങളാണ്. ഇത് പറയാൻ ഒരുപാട് പറയാനുണ്ട്. അത് ഈ ഒരു വേദിയിൽ എന്നിട്ട് പറയുന്നത് എത്രത്തോളം ഉചിതമാണെന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ പറയാം. ഇവരോട് എന്താ ഞാൻ പറയേണ്ടത്? ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നറിയാത്ത ഏതെങ്കിലും കുട്ടികൾ എന്റെ മുമ്പിലുണ്ടോ? ഒരാളുണ്ടാവും ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അറിയാത്തത് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഏതാണ്ട് ഒരു വർഷം മുമ്പ് എന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹത്തിന്റെ മകൻ റഹീം ഡോക്ടർ, പെരിന്തൽമണ്ണ മാലാപറമ്പ് MES മെഡിക്കൽ കോളേജിലെ ICU വിഭാഗം HOD ആണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ക്ലാസ് വേണം. രാവിലെ ഞാൻ അവിടെ ചെന്നു. ആർട്സ് കോളേജിന്റെ മുമ്പിൽ ഞാൻ അതാ പ്രതീക്ഷിച്ചത്. അദ്ദേഹം വിളിച്ചോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. എവിടെ? തൊട്ടടുത്ത മെഡിക്കൽ കോളേജിൽ 500-ഓളം വരുന്ന MBBS പഠിക്കുന്ന, ഡോക്ടർ വിഭാഗം പഠിക്കുന്ന, വൈദ്യ വിഭാഗം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പോയിട്ട് എടുക്കുന്ന ക്ലാസിന്റെ ആകെ തുക എന്താ? ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന്. അറിയാനിട്ടാണോ? വൈകുന്നേരത്തൊക്കെ പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിക്കുന്ന എമർജൻസി കേസുകളായുള്ള ആളുകൾക്ക് വേദന സംഹാരികളായിട്ട് കൊടുക്കേണ്ട പെത്തഡിൻ, കെറ്റമിൻ പോലുള്ള മയക്കുമരുന്നുകൾ ലെഡ്ജറിൽ രേഖപ്പെടുത്തി കൃത്യമായ അളവെടുത്ത് ഉപയോഗിക്കേണ്ട മയക്കുമരുന്നുകൾ ലെഡ്ജറിൽ രേഖപ്പെടുത്താതെ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പരാതി. അങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അറിയാനിട്ടാണോ? നമ്മുടെ മക്കൾക്ക് ബോധം ഉണ്ടോ ഇല്ലെന്നുള്ളതാണ്. എന്ത് ബോധമാണ് അവർക്കുള്ളത്? അവരുടെ ബാപ്പയെ അവർക്കറിയില്ല, ഉമ്മയെ അവർക്കറിയില്ല. ഞാൻ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. നമ്മൾ വെറുതെ തോന്നുന്നു നമ്മളെ കുറിച്ചൊന്നും അവർക്കറിയില്ല. ഈ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അവർക്കറിയില്ല. മക്കള് വെള്ളം പോലെയാണെന്ന് പറയാം. വെള്ളം ഏത് പാത്രത്തിലിരിക്കും അതുപോലെ ഇരിക്കും. പാത്രം ചെരിഞ്ഞ മറിഞ്ഞു പോകും, പാത്രത്തിന് തുള വീണ പോകും. പ്രതലം നന്നാക്കേണ്ടത് നമ്മളാണ്. അത് ആരാ ചെയ്യേണ്ടത്? ക്ലബ്ബാ ചെയ്യേണ്ടത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഒരു ക്ലബിന്റെ പരിപാടി ആയതുകൊണ്ട് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരി നമ്മുടെ നാട്ടിൽ ചർച്ചാ വിഷയമായത് അഫാന്റെ കൊലപാതകമൊന്നുമല്ല. അഫാന്റെ കൊലപാതകത്തിൽ ലഹരിയൊന്നുമില്ല. മദ്യപിച്ചിട്ടുണ്ട്. മദ്യം ആ സമയത്തില്ല. അന്ന് രാവിലെ പോലും കൊലപാതകം ചെയ്യണമെന്ന് അഫാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ആ കൊല ചെയ്യപ്പെട്ടവരിൽ 3 പേരെ കൊല്ലണമെന്നുള്ളത് അഫാന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ഇമ്പൾസീവ് റിയാക്ഷൻ, പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നാണ് എന്ന് പറയാം. മാനസിക സുഖമാണ്. ഒഴിഞ്ഞു വിളിച്ച് ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടല്ല. ഇമ്പൾസീവ് റിയാക്ഷൻ എന്ന് പറയാം. അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് അന്ന് രാവിലെ വരെ മച്ചാനെ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് അഫാൻ പോയത്. ഞാൻ അഫാന്റെ ഫേസ്ബുക്ക് പേജോട് നോക്കി. ഏതാണ്ട് 1 വർഷം മുമ്പ് ഈ അഫാൻ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്ന ഒരു വീഡിയോ അതിലുണ്ട്. നിങ്ങളൊന്ന് പോയി കാണും. ഒരിക്കലും ആ ഒരു കുട്ടി ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കൂല. സംഭവിച്ചു പോകുന്നതാണ്. അതിന്റെ ഉത്തരവാദികൾ പാരന്റ്സ് ആണ്. അത് പാരന്റ്സിന് കൊടുക്കേണ്ട ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഇനി ഇരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഒരു കാര്യം നിങ്ങൾ ഓർക്കും. വെറുതെ ഒരു ആവേശത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങുക. വെറുതെ ഒരു ആവേശത്തിന്. പക്ഷേ മയക്കുമരുന്നുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതിനൊരു സയൻസ് പറയാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സയൻസ് പറയണത് കേൾക്കാൻ വലിയ സുഖം ഉണ്ടാവും. സയൻസ് ഒന്നും പറഞ്ഞാലും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്കിപ്പോ ഷുഗർ അസുഖം ഉണ്ടാവില്ല, പ്രമേഹം. ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് പലർക്കും ഉണ്ടാവും. ഇനി പ്രമേഹം അസുഖം നിങ്ങളുടെ ശരീരത്തിൽ വരും ഒരു കാലം കഴിയുമ്പോൾ. എന്താ പ്രമേഹത്തിന് കാരണം? മനുഷ്യ ശരീരത്തിലെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്.
ഈ ഇൻസുലിൻ ശരീരം ഉണ്ടാക്കുന്നതാണ്. ഈ ശരീരം ഉണ്ടാക്കുന്ന ഇൻസുലിൻ ഞങ്ങളുടെ ശരീരത്തിലേക്ക് പ്രശ്നം പോലുള്ളതുകൊണ്ട് നമുക്ക് ഷുഗർ ഇല്ല. ഷുഗർ നിയന്ത്രിക്കുന്നത് ഇൻസുലിനാണ്. ഇനി നിങ്ങൾക്ക് പ്രായമാകുമ്പോ, നിങ്ങളുടെ മസിലുകൾ വേണ്ട പോലെ പ്രവർത്തിക്കാതാകുമ്പോ, നിങ്ങളുടെ ശരീരം കാര്യമായിട്ട് വിശ്രമത്തിലാകുമ്പോ, ഭക്ഷണം അധികമാകുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ കൂടും. ഷുഗർ നിയന്ത്രിക്കാൻ ഇൻസുലിൻ വേണ്ടത്ര ഇല്ലാതെ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടറെ പോയി കാണും. ചെറുപ്പക്കാരോട് പറഞ്ഞു, വേണമെങ്കിൽ കേട്ടോ, ഞാനിപ്പോ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാം, വേണമെങ്കിൽ കേൾക്കുന്നെങ്കിൽ. അതായത് നിങ്ങൾ ഡോക്ടറെ പോയി കാണും. ആദ്യമായിട്ട് ഡോക്ടർ നിങ്ങൾക്ക് ഒരു ഗുളിക തരും. ആ ഗുളിക ഇൻസുലിനാണ്. ഇൻസുലിൻ ഗുളിക നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസവസ്തു തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഇൻസുലിൻ കഴിക്കും, നിങ്ങളുടെ പ്രമേഹം മാറും. അങ്ങനെ പ്രമേഹം മാറി ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഗുളിക കഴിച്ചിട്ട് മാറൂല. ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തു ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തലകറങ്ങി വീഴും, ഷുഗർ കൂടും, വീണ്ടും നിങ്ങൾ ഡോക്ടറെ കാണും. അപ്പൊ നിങ്ങൾക്ക് 2 ഗുളിക എഴുതും, പിന്നെ 3 ആകും. പിന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സിറിഞ്ച് തരും. 5 ml കുത്തിവെക്കാൻ പറയും. 10 ആകും, 30 ml. മരണം വരെ നിങ്ങൾ ശരീരത്തിലേക്ക് ചെറുപ്പകാലത്ത് നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിച്ച അതേ രാസവസ്തു നിങ്ങൾ മരണം വരെ കുത്തിവെക്കേണ്ടി വരും. എന്താ കാരണം അറിയോ? ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണ് പുറത്തുനിന്ന് നിങ്ങൾ കൊടുത്താൽ, അല്ലെങ്കിൽ ആ ഹോർമോൺ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു മയക്കുമരുന്നോ മറ്റു ഉത്തേജക വസ്തുക്കളോ നിങ്ങൾ ഉപയോഗിച്ചാൽ ശരീരം അത് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവാണ് കുറയും. അതായത് എന്തിനാണ് പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്കൊരു കുട്ടിയെ എടുത്തിട്ട് ചുംബിക്കുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഒരു നല്ല പൂവ് എടുത്തിട്ട് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കുന്ന മനോഹരമായ ദൃശ്യം കാണുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മനോഹരമായ സ്വപ്നം കാണുമ്പോൾ. ഈ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ അല്ലെങ്കിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന 2 ഹോർമോണുകൾ. ഇൻസുലിൻ പോലെ ഈ 2 ഹോർമോണുകൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ നമുക്ക് സന്തോഷം പോരാഞ്ഞിട്ട് എപ്പോഴാണ് സന്തോഷം പോരാതെ വരുമെന്നറിയോ? രക്ഷിതാക്കളോട് പറയണത് 18 വയസ്സ് വരെ ചോദിക്കുന്നതൊക്കെ കൊടുത്തിട്ട് 18 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മക്കളൊരു ബൈക്ക് വാങ്ങണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ, കിട്ടില്ല എന്ന് കേൾക്കാത്ത നിങ്ങളുടെ കുട്ടി ഡിപ്രഷനിലേക്ക് പോകും. ഡിപ്രഷൻ എന്ന മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷം ഉണ്ടാകൂല, ഭക്ഷണം വേണ്ടി വരില്ല. അപ്പൊ കൂട്ടുകാരനെ പോയി കാണും. കൂട്ടുകാരൻ എന്ത് ചെയ്യും? ഒരു പഫ് എടുത്തോളാൻ പറയും. ഒരു പഫ് എടുക്കുമ്പോഴോ നിങ്ങളുടെ ശരീരത്തിലെ സെറട്ടോണിന്റെയും ഡോപ്പമൈന്റെയും അധിക വർധന ഉണ്ടാവും. നിങ്ങൾ ആനന്ദത്തിലാവും, സന്തോഷത്തിലാവും. പക്ഷെ മക്കൾ എന്താ കുഴപ്പമെന്നറിയോ? പിന്നെ നിങ്ങൾക്ക് അത്രയും സെറട്ടോണിൻ ഡോപ്പമൈന്റെ ഉൽപാദനം നിങ്ങളുടെ ശരീരങ്ങൾ കുറക്കും. പിന്നെ നിങ്ങൾക്ക് ആനന്ദം കിട്ടണമെങ്കിൽ വീണ്ടും അത് അടിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ 2021 ശേഷം കേരളത്തിൽ 11,000-ഓളം ആത്മഹത്യകൾ നടന്നു. ആ 11,000 ആത്മഹത്യകളുടെ 4,000-ലധികം പേരും കൗമാരപ്രായക്കാരാണ്. ആ കൗമാരപ്രായക്കാരുടെ ആത്മഹത്യയുടെ കാരണം മാനസികമായ സമ്മർദ്ദമാണ്. കാരണം അതിൽ ബഹുഭൂരിപക്ഷവും മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റ് ആണെന്നാണ്. ഇനി 2021 നിങ്ങൾ പോണ്ട. 2025 തുടങ്ങിയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം പിന്നിട്ടപ്പോഴത്തേക്ക് കേരളത്തിൽ 1785 ആത്മഹത്യകൾ. ഔദ്യോഗിക കണക്കനുസരിച്ച് 1785 ആത്മഹത്യകൾ 3 മാസം കൊണ്ട്. അതിൽ 400-ഓളം പേരും കൗമാരപ്രായക്കാരാണ്. അവരുടെയൊക്കെ പ്രശ്നം ലഹരി ഉപയോഗമാണ്. നിങ്ങൾ എഴുതി വെച്ചോ. എന്റെ അനുഭവം ഉണ്ടായി. കാരണം എന്റെ മുമ്പിൽ രക്ഷിതാക്കൾ കൊണ്ടുവരാൻ മടിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത 5-ലധികം കൗമാരപ്രായക്കാരുണ്ട്. സങ്കടത്തോടു കൂടെ ഞാൻ ഓർക്കുന്നത്. 250-ലധികം പേരെ കൗമാരപ്രായക്കാർ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അഭിമാനത്തോടു കൂടെ ഓർക്കുന്നത്. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇനി ഓരോ കാര്യം ഞാൻ പറയാം. ഈ മയക്കുമരുന്ന് ഉപയോഗം എപ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെ ഭൗതികമായിട്ട് രക്ഷിതാക്കളൊക്കെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയെന്നറിയോ? 2021 വരെയും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനാണ് എന്നെ നിയോഗിച്ചത്. 2021 കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു, മക്കളും രക്ഷിതാക്കളും ഒരുപോലെ കേട്ടോ. അതിനൊരു കാരണമുണ്ട്. കൊറോണ കാലഘട്ടമാണ്. കൊറോണ കാലഘട്ടം ഗാംഗിസം കൂടി എന്ന് പറയുന്നു. 3 വർഷക്കാലം 2019 മുതൽ 21 വരെയുള്ള കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിൽ ലഹരി ഉപയോഗം 3 ഇരട്ടി വർദ്ധിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. ഒഴിവ് സമയമാണ്, ഗ്യാങ് കൂടി. സ്കൂളിൽ പോണ്ട സ്കൂളില്ല, കോളേജിൽ പോണ്ട കോളേജില്ല, പോലീസിന്റെയും എക്സൈസിന്റെയും മുമ്പിലൊന്നില്ല. ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ പോയിട്ട് കൂടിയിരുന്നു. ആ കൂടിയിരുന്നപ്പോഴോ വിശുദ്ധ വചനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനത്തിൽ പറയുന്നത് നിഅമതാനി മഅബൂനു ഫിഹിമ കസീറുൻ മിനൻ നാസി. ഈ ഭൂമി ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞത് 2 അനുഗ്രഹങ്ങളാണെന്ന് പറഞ്ഞത്. അനുഗ്രഹങ്ങള് എന്തൊക്കെയാ? ഒന്ന് ഒഴിവ് സമയവും, രണ്ടാമത്തത് ആരോഗ്യവും. ഈ 2 കിട്ടിയതാണ് പ്രശ്നമായത്. കൊറോണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കണക്കുകൾ മാറി. ആ കൊറോണ കാലഘട്ടത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകം തിരുവനന്തപുരത്ത് നടന്നു. തിരുവനന്തപുരത്ത് അതാണ് ലഹരി കൊലപാതകം. ഇതൊന്നുമല്ല. അന്ന് നമ്മൾ ഉണർന്നില്ല. അന്ന് നമ്മളെ ബാധിക്കില്ല എന്ന് വിചാരിച്ചോ. തിരുവനന്തപുരത്തിൽ എന്താണെന്നറിയോ? തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒഴിഞ്ഞ പ്രദേശത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ദുർഗന്ധം വമിക്കുന്നു. ലോക്ക്ഡൌൺ സമയമാണ്. മുഴുവൻ ഇളവ് കിട്ടിയിട്ടില്ല. ആളുകൾ അവിടെ കൂടാൻ തുടങ്ങി. പോലീസ് ഇടപെട്ടു. ആളുകളെ മാറ്റിയപ്പോൾ ആളുകൾ പറഞ്ഞു ഇവിടെ എന്തോ കുഴിച്ചിട്ടുണ്ട്. സംശയം പ്രകടിപ്പിച്ചു. ഫോറൻസിക് വിഭാഗം വന്നു. അവിടെ കുഴിച്ചു നോക്കി. 28 വയസ്സുള്ള ഷഫീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരം പോലീസ് കണ്ടെത്തുന്നു വിഴിഞ്ഞെത്തുന്ന. ആരാ 28-കാരനാ ഷഫീഖ്? ഷഫീഖിന്റെ ഉപ്പയില്ല മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്.
കുഞ്ഞനിയത്തിയാണ്. കുഞ്ഞനിയത്തിയാണ് 18 വയസ്സാണ് പെങ്ങൾക്ക്. 28 ഷഫീഖ്. 10 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ട്. 10 വർഷത്തോളം ഗ്യാപ്പ്. 28 ഷഫീഖ് അയാളുടെ മൃതശരീരം വീടിന്റെ 200 മീറ്റർ മാത്രം അകലെന്ന് പോലീസ് കുഴിച്ചെടുക്കുന്നു. ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഷഫീഖിന്റെ ഉമ്മയും പെങ്ങളും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, എന്റെ മകനെ കാണാനില്ല. ആ 28 മൃതശരീര പോലീസ് കുഴിച്ചെടുത്തത് പ്രഥമ ദൃഷ്ട്യാ കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു പോലീസിന്. അന്വേഷണം തുടങ്ങി, പോസ്റ്റ്മോർട്ടം ചെയ്ത് അന്വേഷണം തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോ വിഴിഞ്ഞം പോലീസ് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. നിങ്ങൾ കേട്ടോ, ഉപ്പമാര് നിങ്ങൾ കേട്ടോ, കുഞ്ഞനിയന്മാര് കേട്ടോ, വിഴിഞ്ഞം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആരാ? 28 ഷഫീഖ് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന് ചാക്കിൽ കെട്ടി വീടിന്റെ 200 മീറ്റർ മാത്രം അകലെയുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയതാണെന്ന് കുറ്റപത്രം പറയുന്നു. കുഴിച്ചു മൂടിയതാണ്, വെട്ടിക്കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതാ. ആരാ 1-ാം പ്രതി അറിയോ? കുറ്റപത്രത്തിലെ 1-ാം പ്രതി ഷഫീഖിന്റെ ഉമ്മയാണ്. ഏതാ ഉമ്മ? ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഷഫീഖിന്റെ മൃതശരീരം ഷഫീഖിന്റെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഉമ്മ. കൂട്ടുപ്രതി ആരാ? ഷഫീഖിന്റെ പെങ്ങളാണ്. എന്താ കുറ്റപത്രം പറയുന്നത്? ഷഫീഖ് എന്ന 28 ലോക്ക്ഡൌൺ സമയത്ത് ജോലിയൊന്നുമില്ല, കൂട്ടുകാരോടൊപ്പം ഗ്യാങ് കൂടിയിരുന്നു, മദ്യപിച്ചു, കഞ്ചാവ് വലിച്ചു. ഒന്ന് കനാബീസാണ് കഞ്ചാവിലുള്ളത്, ഒന്ന് ആൽക്കഹോളാണ്. ഇത് രണ്ടും ചേർന്നപ്പോൾ മനുഷ്യന് അതിക്രമം ഉണ്ടാവും, അല്ലെങ്കിൽ വികാരങ്ങളുടെ വർധനവ് വരും. അങ്ങനെ വന്നപ്പോഴോ ഷഫീഖ് എന്ന 28 ചെറുപ്പക്കാരൻ സന്ധ്യസമയം മഴ പെയ്യുന്ന രാത്രിയോടടുക്കുന്ന സമയം തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് 28 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ സ്വന്തം പെങ്ങളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ തുടങ്ങി. ലൈംഗികമായ ചേഷ്ടകൾ പ്രകടിപ്പിച്ചു. പെങ്ങള് എതിർക്കാൻ നോക്കി നിൽക്കുന്നില്ല. ഷഫീഖിന്റെ വികാരം അടക്കാൻ പറ്റുന്നില്ല. ഷഫീഖ് മനുഷ്യനല്ലാതെ മാറാണ്. ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രസരിപ്പുണ്ടാകും, ഒരു ഉന്മേഷം ഉണ്ടാകും. അത് സെറട്ടോണിൻ ഡോപ്പമിന്റെയും വർധനമാണ്. പിന്നെന്താ കുഴപ്പമെന്നറിയോ? പിന്നെ നിങ്ങൾക്ക് ആനന്ദിക്കണമെങ്കിൽ സെറട്ടോണിൻ വേണം. ആനന്ദിക്കണമെങ്കിൽ, നിങ്ങൾക്കൊരു ആഹ്ലാദം തോന്നണമെങ്കിൽ മദ്യം വേണം, മയക്കുമരുന്ന് വേണം. ആ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, ശാരീരിക സ്ഥിതിയിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ പോയ ഷഫീഖ് മദ്യവും കഴിച്ച് കഞ്ചാവും കഴിച്ച് അമിത ലഹരിയിൽ വീട്ടിൽ വന്നിട്ട് പെങ്ങളോട് ലൈംഗിക ചാഷ്ടകൾ കാണിച്ചു. പെങ്ങള് പ്രതിരോധിച്ചു. ഷഫീഖ് അടങ്ങുന്നില്ല, ഷഫീഖിനെ നിലനിർത്താൻ പറ്റുന്നില്ല. ഒടുവില് പെങ്ങള് നിവൃത്തികേട് കൊണ്ട് ഉമ്മയോട് പറഞ്ഞു. ഉമ്മയും തടയാൻ ശ്രമിച്ചു, ഷഫീഖ് അടങ്ങിയില്ല. വേറെ വഴിയില്ലാതെ വന്നപ്പോ പാതിര പിന്നിട്ട സമയത്ത് ഉമ്മയും പെങ്ങളും ചേർന്ന് ഷഫീഖ് എന്ന 28 മടപാട് കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി വീടെല്ലാം കഴുകി വൃത്തിയാക്കി ഷഫീഖിന്റെ മൃതശരീരം ഒരു ചാക്കിൽ കെട്ടി വീടിന്റെ 200 മീറ്റർ മാത്രം അകലെയുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടിയതാണെന്ന് കുറ്റപത്രം പറയുന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്? സർക്കാർ ഒന്നുകൂടെ ഉണർന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ബോധവൽക്കരണം രക്ഷിതാക്കൾക്കും വേണം എന്ന് പറഞ്ഞു. രക്ഷിതാക്കൾക്കും വേണം. എന്തിനാണെന്നറിയോ? മക്കളുടെ വെട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ നമ്മൾ എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ വിളിച്ചു, എത്ര സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ടെന്നറിയോ? കുറച്ച് അമ്മമാര് വന്നിരിക്കുന്നുണ്ടാവും, ആണുങ്ങൾ ആരും ഉണ്ടാവില്ല. ഒഴിവില്ല, തിരക്കാണ് നമുക്ക്. മക്കൾക്ക് വേണ്ടി 365 ദിവസത്തിൽ ഒരു ദിവസം മാറ്റിവെക്കാൻ തിരക്കില്ല. ഇവിടെ നോമ്പുതറയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും ആളുകളുണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറ, ഈ നോമ്പുതറ ചടങ്ങില്ലെങ്കിൽ ഇവിടെ ഇത്രയും പേര് ഈ വേദിയിൽ ഉണ്ടാവുമോ? ലഹരി വിരുദ്ധ ക്ലാസ്സിന് ആർക്കും ഇത് വേണ്ട. ഞങ്ങളുടെ മക്കളെ കുറിച്ച് ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങൾക്ക് ബോധ്യമാണ്. ആ തോന്നൽ അങ്ങനെ വർദ്ധിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ സ്വയം ഒരു ഉണർവിലേക്ക് എത്തി. കാരണം എന്താ? സ്വന്തം മകന്റെ വെട്ടേറ്റിട്ട് ഉമ്മ മരണപ്പെടുന്നു, അല്ലെ? സ്വന്തം മകന്റെ ചുറ്റിയെ കൊണ്ടുള്ള അടിയേറ്റിട്ട് എളാപ്പയും എളാമ്മയും മരണപ്പെടുന്നു. അപ്പൊ നമ്മൾ കണ്ണു തുറന്ന് നിൽക്കുകയാണെന്ത്? നമ്മുടെ നാട്ടിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും ചോദിക്കുമ്പോ എന്താ പറയുന്നത്? എന്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമാണെന്ന്. എന്ത് വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? പോലീസിനാണ് വിശ്വാസം? എക്സൈസിനാണ് വിശ്വാസം? ആണോ? ഞാൻ 2019 മണ്ണാർക്കാട് ജോലി ചെയ്യുന്ന സമയത്ത്, 2019 വർഷങ്ങൾക്ക് മുമ്പാ, മണ്ണാർക്കാട് ജോലി ചെയ്യുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അലനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധ്യാപിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു പെൺകുട്ടിയെ, 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയാ, കൗൺസിലിംഗ് ചെയ്യാനൊരു ഉദ്യോഗസ്ഥരെ വിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് പ്രണയമായിരിക്കുന്നു. കാരണം 2019 അങ്ങനെ ഞാൻ അവിടുത്തെ അഡോളസെന്റ് കൗൺസിലറുടെ നമ്പർ കൊടുത്തു. ആ ഉദ്യോഗസ്ഥ അവിടെ ചെന്നിട്ട് ഈ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തിട്ട് തിരികെ വന്നിട്ട് പറഞ്ഞു, സാറേ പ്രശ്നം ഞങ്ങളുടേതല്ല. പിന്നെ ആരുടേതാ പ്രശ്നം? ഈ ഇരിക്കുന്ന നിങ്ങളുടേതാണെന്ന് പറയാം. എന്താ പ്രശ്നം അറിയോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ്സ് വെക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് വലിക്കുന്നുണ്ട്, ക്ലാസ്സിൽ തലകറങ്ങി വീഴുന്നുണ്ട്, അസ്വാഭാവികമായ സ്മെല്ലുകളുണ്ട്. അങ്ങനെയാണ് അധ്യാപിക വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവിടെ ചെന്നു. സ്കൂളിന് മുമ്പിൽ ഒരു പെട്ടിക്കടക്കാരനെ കൊടുക്കുന്ന, അവന് സ്വകാര്യ താല്പര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവനെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവും കിട്ടി, നിയമ നടപടിക്കായി. പിന്നെന്താണ്? തൊട്ടടുത്ത ദിവസം കൊണ്ട് HM വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ ഒരു PT യോഗം വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പോലീസിന്റെ പ്രതിനിധികൾ, എക്സൈസിന്റെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എല്ലാവരും അവിടെ വരണം എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നു. ഭയങ്കര ചർച്ചയ്ക്ക് നടന്നു.
എല്ലാവരും ഉണ്ട്. വിദ്യാർത്ഥി പ്രതിനിധികൾ, അധ്യാപകർ എല്ലാവരും ഉണ്ട്. പൊളിറ്റീഷ്യൻസ്. ചർച്ചയുടെ സമാപനം എന്താ? പോലീസിന്റെ പണിയെടുക്കുന്നില്ല, എക്സൈസിന്റെ പണിയെടുക്കുന്നില്ല. ചർച്ചകൾ പിരിയാൻ പോവുക. ഒന്ന് വിജിലന്റ് ആവണത് എക്സൈസിനോടും പോലീസിനോടും. അപ്പൊ ഞാൻ അവിടെ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് എക്സൈസിനെ പ്രതിനിധീകരിച്ച് 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ശരിയാണ്, പോലീസിന്റെ പണിയെടുക്കുന്നില്ല, സമ്മതിച്ചു. എക്സൈസിന്റെ പണിയെടുക്കുന്നില്ല, വീഴ്ചകളുണ്ട്, സമ്മതിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എക്സൈസും പോലീസും അവിടെ നിൽക്കട്ടെ, അധ്യാപകന്റെ പണിയെടുക്കുന്നുണ്ടോ എന്ന് 2019. അപ്പൊ അധ്യാപകരങ്ങൾ തലതാഴ്ത്തിയിരിക്കുക. കാരണം ഞങ്ങളുടെ സ്കൂളിന് മുമ്പ് പിടിച്ചത്. ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അധ്യാപകർ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഞാനും അധ്യാപകനായി ജോലി ചെയ്ത ആളാണ്, അധ്യാപകരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാൻ രക്ഷിതാക്കളുടെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അധ്യാപകർക്ക് നിങ്ങളെ മക്കളെ ചോദ്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം, ധൈര്യം നിങ്ങളില്ലാതെയാക്കിയെന്ന്. ഒരു ചോറിലെടുത്ത് അടിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞു, ഇനി ചെറിയ ചോറിലൊക്കെ ആവാതെ. ഞാൻ 2019 പറഞ്ഞിരുന്നത്, അധ്യാപകർക്ക് നമ്മുടെ മക്കളെ ചോദ്യം ചെയ്യാൻ പേടിയാണ്. കാരണം അറിയോ, നമ്മുടെ മക്കളൊരു തെറ്റും ചെയ്യൂല. അധ്യാപകനാണ് തെറ്റുകാരൻ. അഥവാ ഒരു അടി അടിച്ച പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകണം, അല്ലെ? ഇനി അധ്യാപകർ അങ്ങനെ നിൽക്കാണ്. അപ്പൊ അധ്യാപകർക്ക് നേരെ രക്ഷിതാക്കൾ ഇങ്ങനെ നോക്കണം. അപ്പൊ ഞാൻ രക്ഷിതാക്കളോട് തിരിച്ചു വെച്ചു, ഉപ്പയുടെ പണി എടുക്കുന്നുണ്ടോ? എന്താ ഉപ്പന്റെ പണി? പുതിയ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞെന്താ? മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞെന്താ? മക്കളെ അറിയലാണ്. ഞാൻ ചോദിക്കട്ടെ, 11 വയസ്സ് മുതൽ 18 വയസ്സുള്ള നിങ്ങളുടെ ഈ നിൽക്കുന്ന മക്കളെ ഒരു ദിവസം ഒരു ഉമ്മ കൊടുക്കുന്ന എത്ര ഉപ്പമാര് ഈ കൂട്ടത്തിലുണ്ട്? എത്ര ഉമ്മമാരുണ്ട്? ഇനി വേണ്ട, നിങ്ങളുടെ മക്കളോട് ഒരു 5 മിനിറ്റ് അവരെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്ന എത്ര ഉപ്പമാരുണ്ട്? സമയമല്ല നമുക്ക്. നമ്മളെ മക്കളോട് സംസാരിക്കാൻ സമയമല്ല. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ അറിയാനുള്ള സമയമില്ല. ഗൾഫിലാണെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ കൂട്ടുകാരനെ വാട്സപ്പ് കോൾ ചെയ്യുന്നുള്ള 10 മിനിറ്റ്. എന്തേ നിങ്ങളുടെ 15, 14, 13 വയസ്സുള്ള മക്കളോട് നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ലേ? അപ്പൊ തന്നെ നിങ്ങൾ അകന്നോ? സത്യം അതാണ്, അകന്നു പോയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിട്ടുകൊടുത്തു. ആർക്കെന്നറിയോ? ഈ സമൂഹത്തെ അവർ കാണുന്നതിന് അസുഖങ്ങളെ ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ഹീറോയിസം. കാണുന്നത് മുഴുവൻ നെഗറ്റീവാണ്. നിങ്ങളൊരു കാറ് വാങ്ങിയിട്ട് കാറിന്റെ മുമ്പിൽ തവക്കൽത്തു അല്ലാഹ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് സ്റ്റിക്കർ ഒട്ടിക്കും. നിങ്ങളുടെ 18, 20 വയസ്സുള്ള മകൻ പോയിട്ട് അതിന്റെ ബാക്കിൽ ഒരു തലയൊട്ടി 2 എല്ലൊട്ടിക്കും. കണ്ടില്ലേ നിങ്ങള്? നെഗറ്റീവ് ഹീറോയിസം. അവർക്ക് സ്കൂളിലെന്താ 15കാരനെ 5 പേര് തലക്ക് നെഞ്ചക്ക് കൊണ്ട് അടിച്ച് കൊന്ന ഗ്യാങ്ങിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? ബാഡ് ബോയ്സ്. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഗ്രൂപ്പിന്റെ പേരാ. അരോഗൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്കോർപിയൻസ്, തേളുകൾ. നമ്മളൊക്കെ പഠിക്കുമ്പോ എങ്ങനെ? സൂപ്പർ ബോയ്സ്, ഗോൾഡൻ ബോയ്സ്, അങ്ങനെയൊക്കെ നമ്മൾ പേരിട്ടിരുന്നത്. നെഗറ്റീവ് ഹീറോയിസം എന്ന് പറയും. അതിമാരകമായ ഒരു മാനസിക സുഖം നമ്മൾ കൊടുത്തതാ. എങ്ങനെയെന്ന് ഞാൻ പറയാം, ഒഴിഞ്ഞു വിളിക്കും നിങ്ങൾ. രക്ഷിതാക്കൾ മാത്രം മതി, കുട്ടികൾ അറിയണ്ട. അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളുണ്ട്. അത് കാണാതെ നമ്മൾ എത്ര ബോധവൽക്കരിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഈ ഇരിക്കുന്ന മക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു 17, 18 വയസ്സുള്ള മക്കളൊക്കെ ഒന്ന് ഇത് കേൾക്കുക. ഭക്ഷണമൊക്കെ പിന്നെയും കഴിക്കുക. ഞാനും നിങ്ങളെമാരും നോമ്പ് വരുന്നുണ്ട് അവിടെ സംസാരിക്കുന്നത്. ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ഉപ്പ ആരാ നിങ്ങൾക്ക് അറിയുമോ? ഒരു അനുഭവം ഞാൻ പറയാം, അവസാനിപ്പിക്കാനായിട്ടാണ് വിചാരിക്കുന്നു. സമയമില്ലല്ലോ അല്ലെ? 10 മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് അനുഭവങ്ങൾ പറഞ്ഞാലും ഇവർക്ക് കുറച്ചെങ്കിലും കൊള്ളുള്ളൂ. അതുകൊണ്ട് അനുഭവം പറയുന്നത്. നിങ്ങളുടെ ഉപ്പ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ ചാലിശ്ശേരിയിൽ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നിട്ട് +1 പഠിക്കുന്ന ഉമ്മമാർക്കാണ് കേട്ടോ, അമ്മമാർക്ക് ഒരു ക്ലാസ്, മക്കളെ അറിയാൻ എന്ന് പറഞ്ഞിട്ട് സർക്കാർ സംഘടിപ്പിക്കുന്നതാണ്. അപ്പൊ ആ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നതിനിടയിൽ ഞാൻ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മക്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കും? +1 കുട്ടികളുടെ ഉമ്മമാരോടാ, കുട്ടികളൊന്നും അവിടെ അല്ല. അപ്പൊ ഉമ്മമാരുടെ മുഖത്തേക്ക് നോക്കി, ഞങ്ങളല്ലേ? അതിലെന്താ സംശയം? ഞങ്ങളുടെ മക്കളുടെ ഇഷ്ടഭാചനങ്ങൾ ഞങ്ങളല്ലേ? അതിലെന്താ സംശയം? അപ്പൊ ഞാൻ ആ ഉമ്മമാരുടെ ഒരു സയൻസ് പറഞ്ഞു, മനഃശാസ്ത്രമാണ്. നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അയാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രവിധാനമായിരിക്കും നമ്മളുടേത്. അയാൾ തൃപ്തിപ്പെടുന്ന ജീവിത ശൈലിയായിരിക്കും നമ്മളുടേത്. അയാൾ തൃപ്തിപ്പെടുന്ന, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ നമ്മൾ ധരിക്കുള്ളൂ. അയാളുടെ ഇഷ്ട സുഹൃത്തായിരിക്കും നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഉമ്മമാരോട് ചോദിച്ചു, നിങ്ങളുടെ മക്കളുടെ വസ്ത്രവിധാനം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണോ? അവരുടെ കൂട്ടുകാരൻ ശൈലികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണോ? അവര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അവർ എഴുന്നേൽക്കുന്നത്, ഉറങ്ങുന്നത്, അവരുടെ സംസാര ശൈലികളൊക്കെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതാണോ? അല്ല എങ്കിൽ നിങ്ങളുടെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല എന്ന് പറഞ്ഞു. ഉമ്മമാര് സമ്മതിക്കൂല. അപ്പൊ ഞാൻ അമ്മമാരെ മാറ്റി നിർത്തിയിട്ട് +1 പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് അവരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു. ആരെയാണ്? അപ്പൊ അവരിങ്ങനെ ഉമ്മമാരെ നോക്കുകയാണ്. ഞാൻ LP സ്കൂളിൽ ചോദിച്ചിട്ടുണ്ട്. ചാടി എണീറ്റിട്ട് കുട്ടികൾ പറഞ്ഞു, അവരുടെ മുഖം മാറി, പ്രസംഗമായി, അവരുടെ ബോഡി ലാംഗ്വേജ് മാറി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവരെ പറഞ്ഞു ഉമ്മ എന്ന്. അവർക്ക് സംശയമൊന്നുമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഉമ്മയാണ്. വൈകുന്നേരം ഭക്ഷണം കൊടുക്കുന്നത് ഉമ്മയാണ്. രാവിലെ ഉടുപ്പിട്ട് കൊടുത്തത് ഉമ്മയാണ്. അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾ ചിരിച്ചുകൊണ്ട് ചാടി എണീറ്റ് ഉമ്മ എന്ന് പറഞ്ഞു.
UP സ്കൂളിൽ വെച്ചപ്പോ ഉപ്പ ഉമ്മ ഉപ്പയും അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിൽ ചോദിക്കുമ്പോൾ അവസ്ഥ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ? അപ്പൊ അവരിങ്ങനെ അമ്മമാരെ നോക്കിക്കൊണ്ട് നിൽക്കണം. അമ്മമാരാണെങ്കിൽ ഇപ്പൊ പറയും ഞങ്ങളെന്ന്. ഒരു കുട്ടി ചോദിച്ചു അമ്മയെ അല്ലേന്ന്. അതിലൊരു പ്രശ്നമുണ്ട്. അല്ലേ എന്ന് ചോദിക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവുമ്പോൾ അല്ലേന്ന് ചോദിക്കുള്ളൂ. ഒരു ചോയ്സ് ഉള്ളിൽ എവിടെയുണ്ട്, ഒരു സംശയമുണ്ട് അമ്മയല്ലേന്ന്. പുറകുന്നൊരു കുട്ടി പറഞ്ഞ ചുരുക്കാണ് ബെസ്റ്റി എന്ന് പറഞ്ഞത്. എല്ലാവരും ചിരിച്ചു. ബെസ്റ്റി 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോ ഒരു ആൺകുട്ടിയാണെങ്കിൽ പിന്നെ അടുത്ത ഒരു പെൺകുട്ടിയാണ് ബെസ്റ്റി, ഏറ്റവും അടുത്ത കൂട്ടുകാരി. അതിന്റെ മനഃശാസ്ത്രം എന്നറിയോ? എന്നെ വിലയിരുത്തുന്ന ഏറ്റവും നല്ലത് എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. ബെസ്റ്റി എന്ന് പറഞ്ഞു. എല്ലാവരും തിരിച്ചു. പക്ഷെ എന്നോട് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞത് ആ കുട്ടി മാത്രമാണ്. കാരണം എപ്പോഴാണ് സ്കൂളിലേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ബെസ്റ്റിയാണ്. ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കൂട്ടുകാരാണ്, ബെസ്റ്റിയാണ്. ഏത് ഭക്ഷണമാണ്, എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എഴുന്നേൽക്കേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നത് ബെസ്റ്റിയാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല. ഇനി ഈ ഇരിക്കുന്ന മക്കൾക്ക് അത് തിരുത്താനുണ്ടെങ്കിൽ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ ഉപ്പയാണ് ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ഞാൻ ഇവരോട് ചോദിക്കാം. ഇവരാരും ഉത്തരം പറയണ്ട, ഇവരാരും ഉത്തരം പറയണ്ട. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. മകളെ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ പറ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നതും വഞ്ചിക്കുന്നതും കബളിപ്പിക്കുന്നതും ആരെയാണോ? ആരെയാ? കൂട്ടുകാരെയാണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ആരോടാണ്? ഏറ്റവും കൂടുതൽ നിങ്ങൾ വഞ്ചിക്കുന്നത് ആരെയാ? നിങ്ങൾ സൂചിപ്പിച്ച സമയം എനിക്ക് അറിയില്ല, അതുകൊണ്ടാ. ആരെയാ നിങ്ങൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത്? ഒരു സംശയമല്ല, ഉമ്മയാണ് ഉപ്പയാണ്. രണ്ടും കൂടി എങ്ങനെ ഒരാളാവുക? രണ്ടും കൂടി എങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഒരാളാവില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് മക്കളോട് പറയുന്നത്. ഞാന് വളാഞ്ചേരിയിൽ ഒരു പ്രവാസി കോളേജിന്റെ ക്ലാസ്സിന് പോയി, ക്യാമ്പിന്റെ ക്ലാസ്സിന്. ഈ മുതിർന്ന കുട്ടികൾ കേൾക്കുക, ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ പോയിക്കോട്ടെ, അവര് പാവങ്ങളാ, അവർക്കൊന്നും അറിയില്ല. അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാ.